നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ ഒരു വിഷയം മുഖ്യമന്ത്രിയായി തന്നെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദുഃഖം വിവരിക്കുന്ന ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ കേരളത്തിലെ തറവാട് വീടുകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു പൊതുശല്യം, അതായത് മറ്റൊന്നുമല്ല, ക്ലിഫ് ഹൗസിൽ മരപ്പട്ടിയുടെ മൂത്രം കാരണം സഹിക്കാൻ വയ്യാതെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയുടെ ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ജീവിതം കടന്നു പോകുന്നത് എന്നാണ് വളരെ വ്യസനസമേതം അദ്ദേഹം മലയാളികളോട് പറഞ്ഞത്. ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും ഇരിക്കെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ രസകരമായ ചില കമൻറ്റുകൾ വരികയാണ്. കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കിയാൽ, അവിടെ മൂത്രമൊഴിച്ചതല്ലേ ഉള്ളൂ, ഇവിടെ ഞങ്ങളുടെ സഹോദരങ്ങളെ ആനയും കടുവയും പന്നിയും പോത്തും എല്ലാം ചവിട്ടിയും കടിച്ചും കൊല്ലുന്നു, അതിന് ഉത്തരമില്ല. മുഖ്യമന്ത്രി സ്വന്തം വിശേഷണം അങ്ങ് നടത്തി. മനുഷ്യനെ ഇവിടെ പുലി പിടിച്ച് തിന്നുമ്പോഴാണ് മരപ്പട്ടി ഷർട്ടിൽ മൂത്രമൊഴിച്ച കാര്യം. ഇതുപോലെ ഒരു ആളായി പോയല്ലോ ദൈവമേ നമ്മുടെ ഒരു മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. മരപ്പട്ടിക്ക് മനസ്സിലായി കറക്റ്റ് എവിടെയാണത് സാധിക്കേണ്ടത് എന്ന്. ഈ കൊല്ലം തന്നെ ഇതെല്ലാം നമുക്ക് പൊളിച്ച് പുതിയത് ഉണ്ടാക്കണം, അതിനു വേണ്ടിയുള്ള തന്ത്രമാണെന്ന് മറുചിലർ. കേരളത്തിൽ എല്ലായിടത്തും ഈ ഭൂതം തന്നെ എന്ന് പറയുന്നുമുണ്ട്. ഈ കാലഘട്ടത്തിലാണ് മാഷേ ഇങ്ങനെ പറയുന്നേ, കഷ്ടം തന്നെ, ഞങ്ങൾ തന്നെ വന്ന് ഓല കൊണ്ടുവന്ന് കെട്ടിത്തരാം എന്ന് പറയുന്നുണ്ട് മറ്റു ചിലർ. അവിടെ നിങ്ങൾ മാത്രമല്ലേ താമസിക്കുന്നത്, താങ്കൾ ഓർമ്മയില്ലാതെ മൂത്രം ഒഴിക്കുന്നതാകാം, മോൾ ജയിലിൽ പോകുമെന്ന് പേടിച്ച്. അയ്യോ പാവം, ക്ലിഫ് ഹൗസ് കൂടെ ഒന്ന് പരിഷ്കരിക്കട്ടെ, അതിനു വേണ്ടിയുള്ള തന്ത്രമാണ്. കടമെടുക്കാൻ സമയമായി, അടച്ചുറപ്പില്ലാത്ത എത്രയോ നിർധനൻ നമ്മുടെ നാട്ടിൽ കഴിയുന്നു എന്ന് ഇയാൾ കാണുന്നില്ല. അല്ല, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നുമാണ്. അപ്പോൾ മരപ്പട്ടിയുടെ പേരും പറഞ്ഞ് അടുത്ത ദൂരത്തിന് സമയമായി എന്ന സൂചന നൽകിക്കൊണ്ടുള്ള പ്രസ്താവനയാണ്. പാവം മുഖ്യമന്ത്രി എന്ന് വേദനിക്കുന്ന ചിലരും ഉണ്ട്. മരപ്പട്ടിക്ക് പോലും വിവരമുണ്ടായി, പ്രതികരണ ശേഷി ഉണ്ടായി തുടങ്ങി എന്നാണ് മറ്റു ഒരു കമന്റ് വരുന്നത്. മൂത്രമൊഴിക്കാൻ മരപ്പട്ടി പറ്റിയ സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. മരപ്പട്ടിക്ക് പോലും ഇയാളോട് എന്താണ് ഇത്ര കലിപ്പ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊരു കമന്റ്. അതിന് പോലും തോന്നി ഇതിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണമെന്ന്. കേസ് കൊടുക്കണം പിള്ളേച്ചാന്ന് മറുവശത്ത്. ഇയാൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് മറ്റു ചിലരും ചോദിക്കുന്നു. നേരത്തെയുള്ള മുഖ്യമന്ത്രിമാരുടെ കാര്യം അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ എന്ത് ദയനീയ അവസ്ഥയിലൂടെ ആയിരിക്കും ആ മുഖ്യമന്ത്രിമാർ കടന്നു പോകുന്നത്? ഇത്രയും അറുമാദിച്ചിട്ടും ഇങ്ങനെ പറയുന്നു എങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. തൊഴുത്തിന് കോടികൾ ചിലവാക്കിയ സമയത്ത് മരപ്പട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തുകൂടായിരുന്നോ മുഖ്യ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. വേറെ ഒന്നിനും തോന്നാത്തത് നന്നായി, ഒരുപാട് വീടുണ്ട് സഖാവേ, അത് കാണാൻ അവരുടെ ഇടയിലൂടെ നടക്കണം, അല്ലാതെ ഊരിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ അല്ല നടക്കേണ്ടതെന്ന് പരിഹസിക്കുന്നവരും നിരവധി. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇന്നാണ് വലിയ വൈറലായി മാറുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ വലിയ ആഡംബരത്തോടു കൂടി കഴിയുന്നു എന്നാണല്ലോ പൊതു ധാരണ. പക്ഷേ ആരും പറഞ്ഞറിഞ്ഞ അറിവല്ല, തൻ്റെ സ്വന്തം അനുഭവമാണ് ഇവിടെ പറയുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനെയാണ് ഇപ്പോൾ വലിയ ട്രോളായി ഒക്കെ തന്നെ മാറി രസകരമായതും പക്ഷേ എന്നാൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുമുള്ള കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.